ഞാൻ ഇത് തുടങ്ങുമ്പോൾ 2,40,00,000 ഇവിടെ ഈ ഫണ്ടിലുണ്ടായിരുന്നത്. അതിനുശേഷം പല സംഘടനകളും മനുഷ്യസ്നേഹികളൊക്കെ ഇതിന് പ്രവർത്തിച്ചു. ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാ ജില്ലയിലും പ്രവർത്തിച്ചു. എല്ലാവരുടെയും ഫലമായിട്ട് പെട്ടെന്ന് ഈ 34 കോടി രൂപയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു. അത് ആദ്യത്തിൽ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് മലയാളികൾ അത് ഏറ്റെടുക്കും, കട്ടയ്ക്ക് നിൽക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് പ്രവർത്തിച്ചു കാണിച്ചു. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് അബ്ദുറഹീമിനെ ജീവനോടുകൂടെ എത്തിച്ച് ആളുടെ ഉമ്മയെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ള ദൗത്യമാണ്. എന്നിട്ട് ഉമ്മയുടെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ആദ്യം പലരും അവിടെ പോകണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പോയി കണ്ണുനീര് കണ്ടിട്ട് കാര്യമില്ലല്ലോ. ചെല്ലുമ്പോൾ ഉമ്മയുടെ സന്തോഷം കാണണ്ടേ. ഇപ്പോൾ ജീവനോടെ കൊണ്ട് ഏൽപ്പിച്ചാലേ കാര്യമുള്ളൂ. മാത്രമല്ല ഇപ്പോൾ ഞങ്ങൾ ബോച്ചെ ഫാൻസിൻ്റെ ഇതിലൊക്കെയുള്ള ഒരു തീരുമാനം വന്നത്, അദ്ദേഹത്തോടെ എത്തിച്ചു കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് ജീവിക്കണമല്ലോ. അപ്പോൾ ഒരു ജീവിത മാർഗത്തെക്കുറിച്ചും കൂടെ ഒരു ചർച്ച വന്നപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ഒരു ബോച്ചെ ടീ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ടീ പൗഡറിൻ്റെ ഒരു കടയിട്ട് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അതിന് ഫണ്ട് കണ്ടെത്താൻ ഓൾറെഡി ബോച്ചെ ടീ ലക്കി ഡ്രോ ടിക്കറ്റ് ചാലഞ്ച് ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് വെച്ചിരുന്നു 2 ദിവസം മുമ്പ്. അതിപ്പോൾ ഇനി മാറ്റണ്ടെന്ന് വിചാരിച്ചു. അതിൽ വരുന്ന ഫണ്ട് അബ്ദുറഹീമിന് ഷോർട്ട് വരികയാണ്. ഇപ്പോൾ 1 കോടി ഞാൻ കൊടുത്തതിന് പുറമെ അതിൻ്റെ ചെക്ക് കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ എന്തെങ്കിലും കുറവ് വന്നാൽ അതിൽ നിന്ന് എടുക്കാമെന്നുള്ള തീരുമാനമായിരുന്നു. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്നില്ല, ഇതങ്ങനെ തന്നെ വെക്കുകയും അതിൽ വരുന്ന ഫണ്ട് ഇദ്ദേഹത്തിന് കടയിട്ട് കൊടുക്കാനുള്ളൊരു തീരുമാനത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് ബോച്ചേറ്റിയിൽ അതിൻ്റേതായ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിക്കുന്നു. അത് ഞങ്ങൾ ഈ മാസം അവസാനമാണ് ലോഞ്ച് ചെയ്യാൻ വെച്ചിരുന്നത് ബോച്ചേറ്റി. അതിപ്പോൾ ഓൺലൈൻ മാത്രം നേരത്തെയാക്കി ദിവസേന അതിലൂടെ രാത്രി 10:30 നറുക്കെടുപ്പിലൂടെ എല്ലാ ദിവസവും ഓരോരുത്തർക്ക് 10 ലക്ഷം രൂപ സമ്മാനവും 15,000 പേർക്ക് മറ്റ് ക്രാഷ് പ്രൈസുകളും കൊടുക്കുന്ന ഒരു സംവിധാനം, അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഫണ്ടിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഓൺലൈനിൽ അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഫണ്ട് അതിന് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റ് കൂടുതലായിട്ടൊന്നുമില്ല. നന്ദി മാത്രമേ മലയാളികളോട് പറയാറുള്ളൂ. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇന്നലെ വരെ ഒരു ടെൻഷനായിരുന്നു. ഇത് വീണ്ടും ഇതിനിടയ്ക്ക് പല കുപ്രചരണങ്ങളൊക്കെ വന്നിട്ട് ഇതിന് ഫണ്ട് കൊടുക്കരുത്, ഓൾറെഡി അബ്ദുറഹീം ജയിൽ മോചിതനായി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇത്തിരി സ്ലോ ആയി. വീണ്ടും ഇന്നേക്ക് വളരെ കോൺഫിഡൻ്റ് ആയി. എല്ലാവരോടും നന്ദി. ഓക്കെ, എല്ലാവരും കാത്തിരുന്ന ഒരു സുവർണ നിമിഷമാണിപ്പോൾ നമുക്കിവിടെ സാക്ഷാത്കരിക്കാൻ സാധിച്ചത്. അബ്ദുറഹീമിൻ്റെ മോചനം, അതാണല്ലോ ഏറ്റവും നമ്മളൊക്കെ ലക്ഷ്യം വെച്ചത്. 34 കോടി രൂപ ആണ് ബ്ലഡ് മണിയായിട്ട് ആ കുടുംബം ആവശ്യപ്പെട്ടത്. അതൊരു ചാലഞ്ചായിട്ട് തന്നെ അത് ഏറ്റെടുക്കുവാൻ സൗദിയിലെ റിയാദിലെ അബ്ദുറഹീം ഇത്രയും കാലം ഉണ്ടായിരുന്ന റിയാദിലെ സന്നദ്ധ സംഘടനകളൊക്കെ തയ്യാറായി. അത് KMCCയുടെ നേതാവ് അഷ്റഫിൻ്റെ നേതൃത്വത്തിൽ എല്ലാ സംഘടനകളെയും അഷ്റഫ് വേങ്ങാട് എല്ലാ സംഘടനയും കൂടി യോജിപ്പിച്ചുകൊണ്ട് ഒരു മുന്നേറ്റമുണ്ടാക്കി അവർ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയും അത് എല്ലാ മലയാളികളും അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോൾ പറഞ്ഞതുപോലെ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഓരോരുത്തരും അത് ഏറ്റെടുത്തുകൊണ്ട് ഇത് കേരളത്തിൻ്റെ തന്നെ ഏറ്റവും ഒരു അനുകമ്പയുടെ ഒരു ഉദാഹരണമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ജയിൽ മോചനം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ ഉമ്മയെ കാണാൻ നാട്ടിൽ വരാം. പതിറ്റാണ്ടുകളോളം ജയിലിൽ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു. എല്ലാവരോടും നന്ദി പ്രകടിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ നമുക്കൊക്കെ ചെയ്യാനുള്ളത്. പിന്നെ ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. സന്നദ്ധ സംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, മത നേതാക്കന്മാരുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയിലെ ഒരു വലിയ വിഭാഗം ആളുകളൊക്കെ തന്നെ ഇതിന് തയ്യാറായി. ഈ സന്ദർഭത്തിൽ നമുക്ക് അള്ളാഹുവിനോട് അതിന് നന്ദി പ്രകടിപ്പിക്കാം. പിന്നെ അഷ്റഫ് വേങ്ങാടും അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഇതിൻ്റെ സഹായങ്ങളൊക്കെ ചെയ്തതിന് ഇതിൻ്റെ ആപ്പ് ഒക്കെ അതിന് നൽകിയത് നമ്മുടെ PMS സമീറാണ്. അങ്ങനെ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഇതിൽ മുമ്പിലുണ്ട്. അതോടൊപ്പം ഇതിലൊരു ജനകീയമാക്കുന്നതിൽ നമ്മുടെ പ്രിയപ്പെട്ട ബോബി ചെങ്ങന്നൂരിൻ്റെ ആ പ്രഖ്യാപനം സാധിച്ചു. അദ്ദേഹം കേരളം മുഴുവനും സഞ്ചരിച്ചുകൊണ്ട് ഇതിനു വേണ്ടിയുള്ള ആഹ്വാനം അദ്ദേഹം നടത്തും. സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ഓൺലൈനായും ഓഫ്ലൈനായും ഇതിനൊക്കെ വിജയിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ആ നിശ്ചയദാർഢ്യത്തോടെയുള്ള ആ പ്രവർത്തനം സാധിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുകയാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള റിയൽ കേരള സ്റ്റോറി. ഇതാണ്
എന്ന് ഞാൻ പറയുകയുണ്ട്. അത് തന്നെയാണ് നമ്മുടെയൊക്കെ സന്തോഷം. അതാണ് അതെല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കുന്ന ഒന്നാണ്, മനസ്സ് സമാധാനിപ്പിക്കുന്ന ഒന്നാണ്, കണ്ണ് നിറക്കുന്ന ഒരു സ്റ്റോറിയാണ് വാസ്തവത്തിൽ അബ്ദുറഹീമിൻ്റെ ഈ സ്റ്റോറി.